രാഘവ, എല്ലാം കറന്നില്ലല്ലോ. അവക്കവിടെ കുട്ടിയൊക്കെ കൊടുക്കണ്ടേ? അങ്ങനെ നോക്കി ഇപ്പൊ ജീവിക്കാൻ പറ്റുമോ? അതെന്താ മിണ്ടാപ്രാണികളും ജീവിക്കണ്ടേ? സാറേ, അമ്മ പറഞ്ഞു മോന് സ്ഥലം മാറ്റാമെന്ന്. ഇങ്ങനെ പോകുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞാ പോകും. ഇതൊക്കെ ഒന്ന് തീർത്തോട്ടെ. അതെ, നോക്കിക്കോളേ, അമ്മയെ കൊണ്ട് ഒറ്റയ്ക്കാവില്ല കേട്ടോ. സാറേ, ഞാൻ സഹായിക്കും. വേണ്ട 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 വേണ്ട, അവളൊന്ന് മാറ്റി കെട്ടണം കുറച്ച് കഴിഞ്ഞേ. കുറച്ചു നേരം അതിലെ രണ്ടുപേരും തേക്കാൻ തുടങ്ങിട്ട് കഴിഞ്ഞില്ലേ? വേഗത്തേരിക്കേ. ആഹാ, ഇതുവരെ പല്ല് വെച്ച് കഴിഞ്ഞില്ലയോ? നമ്മളെ പിള്ളേർക്കും ചായക്കുള്ള പാലാന്നേ. ചായയുടെ മണം അങ്ങ് സിറ്റ് ഔട്ടിലും കിട്ടണുണ്ട്. അതിന് ഞാൻ ചായപ്പൊടി ഇട്ടില്ലല്ലോ. ചായപ്പൊടി ഇടാതെ ചായക്ക് ഇത്ര മണോ? ആ, ഗോപനുള്ളത് കൊണ്ട് ചേച്ചിക്ക് പശുക്കളുടെ കാര്യത്തിൽ ഒരു സഹായമായല്ലേ. ഇനിയിപ്പോ രണ്ടെണ്ണത്തിനെ അങ്ങ് കൊടുക്കുമായിരിക്കും. എന്തിനാ കൊടുക്കുന്ന? ഞാനിവിടെ ഇല്ലേ? നീ ഇപ്പൊ അവന്റെ കൂടെ അങ്ങ് പോവൂലേ? ഞാൻ പോകുന്നുണ്ട്, അമ്മയെ ഞാനങ്ങ് കൊണ്ടുപോകും. ഇല്ലേ അമ്മ? ഞാൻ എൻ്റെ ഈ വീടും നാടും എൻ്റെ പശുക്കളെയും വിട്ട് എങ്ങോട്ടുമില്ല. നിനക്കത് അറിയാവുന്നതല്ലേ? പശുവിനെ പോറ്റിയും പാല് വിറ്റുമല്ലേ എൻ്റെ മോനെ ഞാൻ ഇത്രയും ഡോക്ടറെ ആക്കിയത്. അവനെന്താ ചേച്ചി പെട്ടെന്നൊരു സ്ഥലമാറ്റം? അതൊന്നും ഞാൻ ചോദിച്ചില്ല. എവിടെ പോയാലും എൻ്റെ മോൻ സന്തോഷത്തോടെ ജോലി ചെയ്യും. അവൻ ആഗ്രഹിച്ച് പഠിച്ച് നേടിയെടുത്ത ജോലിയല്ലേ. പിന്നെ കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരാൾ ചോദിച്ചു ഡോക്ടർ പശുപതിയുടെ വീട് എവിടാന്ന്. ഞാനങ്ങ് ചമ്മിപ്പോയി ചേച്ചി. ഞാൻ പറഞ്ഞു അവന് അന്തസ്സായിട്ട് ഒരു പേരുണ്ടെന്ന്, ഗോപകുമാരൻ. ഡോക്ടർ ഗോപകുമാരൻ എന്ന് അവനെ അങ്ങ് വിളിച്ചാ മതിയെന്ന്. അല്ല അമ്മായി, ഡോക്ടർ പശുപതി എന്ന് പറയുമ്പോൾ അമ്മായി എന്തിനാ ചമ്മാൻ നിൽക്കുന്നേ? നാട്ടുകാരത് കളിയാക്കുന്നതല്ല, ഏട്ടന് പശുക്കളോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കൊണ്ട് അങ്ങനെ വിളിക്കുന്നതാ. ഇത് ചമ്മണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മോൻ സ്നേഹത്തോടെ ഏത് പശുവിനെ ഒന്ന് തലോടിയാലേ പശുവിൻ്റെ അസുഖം പമ്പ കിടക്കുമെന്ന നാട്ടുകാർ പറയുന്നത്. ഓ, അത് കേൾക്കുമ്പോൾ എൻ്റെ ഒരു സന്തോഷം. നമ്മളെ മോനും കൊണ്ട് കൊടുക്ക്. എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അവൻ പോകുന്നിടം വരെ അവിടെ നിൽക്കണം. മക്കളുടെ മനസ്സ് അമ്മമാർക്ക് മാത്രമേ അറിയൂ. ചേച്ചി പിന്നെ ചായ എടുക്കട്ടെ? ഓ, എനിക്കൊന്നും ചായയൊന്നും വേണം. കഴിഞ്ഞു കേട്ടോ പാക്കിംഗ് ഒക്കെ? കഴിയുന്നു. എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കണേ. ഇതേ ചായ കുടിക്കാം. ഈ ഷർട്ട് കൊണ്ടുപോകുന്നുണ്ട്. എടാ പേട ഇരിക്കാടാ. കഴിച്ചോ? നല്ല പ്രൊഡക്റ്റാണ്, ഹെൽത്തിന് നല്ലതാണ്. എടാ മിൽമയുടെ പേടയല്ലേ, അതല്ലേ അച്ഛൻ മൊത്തം വാങ്ങി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ 3 പേർക്കും കൊതിയുണ്ടായിട്ടൊന്നും അല്ലല്ലേ? അവർക്കൊക്കെ ചായ കൊടുത്തോ? അമ്മ ചായ എടുക്കുന്നുണ്ട്. അമ്മായിക്ക് കൊടുക്കണം. അമ്മായി പിന്നെ പാലല്ലേ കുടിക്കുള്ളൂ. കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ നല്ലത് വാങ്ങിക്കും. പാവന് എല്ലില്ലാന്ന് വെച്ചാൽ എന്തും പറയാന്നവർക്ക്. അതേട്ടാ, ഈ ടൗണിൽ നിന്ന് ഒരുപാട് അകത്തേക്ക് മാറിയിട്ട ഹോസ്പിറ്റല്. എന്ത്? ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. ഈ ടെൻഷൻ അടിക്കണ്ട, അവിടെ പങ്കുചേരാനല്ലേ ഒരു വീട് വാടകയ്ക്ക് എടുത്തു തരും. വേഗം എടുത്തു തരും. വേഗം കൊണ്ടുപോയി ഞങ്ങളെപ്പം. എടാ കൊതിപ്പിക്കാ തിന്നടാ. എല്ലായിടത്തല്ലേ? എല്ലായിടത്തും. നിന്നെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. വഴക്കൊന്നും ഉണ്ടാക്കല്ലേ.
നീ കഴിച്ചോ? വാവ നീ ഇത്ര പെട്ടെന്ന് ഇറങ്ങിയാ? ആ, ചായ എങ്ങനെയുണ്ട്? ചായ എന്തോന്ന് ചായ. എല്ലാം കുറ്റം തന്നെ. ഇതായിട്ടാ എത്തിയോണ്ട് വിളിക്കണേ. ആ, ശരിയേട്ടാ. ശരിയേട്ടാ. ബൈ. ഞാൻ പറയുമ്പം കൊട്ടിയാ മതി കേട്ടാ. ചുമ്മാ അങ്ങ് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് ഒരു കൂട്ടം ജോലിയുള്ളതാ. സാറ് പറഞ്ഞതുകൊണ്ടാ ഇപ്പൊ. അതാണ് സ്നേഹം. ആ ഞാനും അതിനാ വന്നിരിക്കണേ. പിന്നെ എന്തിനാ കോഴിയെ കൊണ്ടുവന്നേ? ആ എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞ സമയം പോണ്ടേ? അല്ല ആ ഡോക്ടർ എന്തെങ്കിലും എത്തുമോ? ഓ കണ്ടോളാം, കൊതിയായിട്ട് വയ്യല്ലേ. എപ്പോഴും വന്നിരുന്നാലും നിങ്ങൾ അവസാനം നോക്കുന്നുള്ളൂ. അല്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ. ചുമ്മാ ഇരിക്കുന്നു. പിന്നെ അഹങ്കാരം ഒത്തിരി കൂടുതലാണ്. ഇങ്ങനെ പറഞ്ഞാൽ പോരാ അങ്ങേടും. ഓ അഹങ്കാരം പങ്കജേട്ടനല്ലേ? പഴയ ഫ്രണ്ട് ചാൻസ് എടുക്കല്ലേ? ഇനി എന്തൊക്കെ കാണണോ എന്തോ. അല്ല ഇതിന്റെ മേലെ ചെയ്യേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാലേ പിന്നെ ഇതൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. പിന്നെ ഞാനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഇതിന്റെ അപ്പുറവും ഞാൻ ചെയ്യും. ഈ മാലപ്പടക്കവും കൂടെ ആവായിരുന്നു. എങ്കിൽ സൂപ്പർ ആയിരുന്നേ. അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ നെഞ്ചത്തെ മാലപ്പടക്കം വെച്ച് അങ്ങ് കത്തിച്ചേനെ. അതെ, കുറെ വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്, വരുന്നത് നിസ്സാരപ്പെട്ട ഒരാളല്ല. ഡോക്ടർ പശുപതിയാണ്. പശുപതി. അയ്യോ ഇതാ വന്നു. ചെടി വേണം, ചെടി വേണം. പിള്ളേരുണ്ടല്ലോ. എന്താ വിശേഷം? അമ്മയ്ക്ക് സുഖമായിരിക്കും. ഇത് ഞാൻ ഫാർമസിസ്റ്റാണ് ഡോക്ടർ. ഞാൻ സിറാജ്, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. അതെ, ഇത് കമ്പൗണ്ട്. അത് മനസ്സിലായി. യൂണിഫോം എവിടെയാണ്? അല്ല ഇന്ന് അത് യൂണിഫോം ഇട്ടിട്ട് വരണം. നമ്മള് പിന്നെ നമ്മളതൊന്നുമില്ല. അതൊക്കെ പിന്നെ യൂണിഫോം ഇടാൻ വരരുത്. ഓ ഇതാണ് നമുക്ക് ചായയും ചെറിയടിയൊക്കെ തരുന്ന രാധ ചേച്ചി. അല്ല രാധ. ഇതുപോലെ ഉപയോഗിക്കുന്നത് ലോക്കൽ. അങ്ങനെ ബ്രാൻഡുണ്ടോ? അല്ല സാർ, ഇവിടെ അടുത്ത് ലോക്കലായിട്ടാ വാങ്ങുന്നത്. കാശും കുറവാണേ. അതെ അതെ. ഇവന്റേതാണോ വാങ്ങണത്? അതങ്ങനെ ചോദിച്ചാൽ അല്ല, ലോക്കലാണെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഒരു കുറവുണ്ട്. മിൽമയൊന്ന് ഉപയോഗിച്ച് നോക്ക്. ചായ സൂപ്പറാ. ഒരു കോംപ്രമൈസിന് മിൽമ നിൽക്കാറില്ല, പ്രത്യേകിച്ച് ക്വാളിറ്റിയുടെ കാര്യത്തിൽ. ഞാനും ഒരു ക്ഷീര കർഷക കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങള് സ്ഥിരമായിട്ട് മിൽമയ്ക്ക് പാല് കൊടുക്കാറുണ്ട്. എന്നെ പോലുള്ള ക്ഷീര കർഷകരുടെ കയ്യിൽ നിന്നും പാല് സൊസൈറ്റിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് മിൽമ അത് ശേഖരിച്ച ഓരോ പാലിൻ്റെയും കൊഴുപ്പും ഗുണനിലവാരവും അപ്പോൾ തന്നെ ഉറപ്പുവരുത്തും. പിന്നീട് മിൽക്ക് ടാങ്കറിൽ പ്ലാന്റിലെത്തിക്കുന്നു.
ചില്ലറിലേക്ക് പമ്പ് ചെയ്യുന്നു. പാലിന്റെ കൊഴുപ്പ്, അമ്ലത്വം, നിറം, ഗന്ധം, രുചി എന്നിവ പരിശോധിക്കുന്നു. ചില്ലറിലേക്ക് മാറ്റിയ പാൽ പാസ്ചറൈസ് ചെയ്ത് കൊഴുപ്പ് കൂടിയതും കൊഴുപ്പ് കുറഞ്ഞതുമായ തരത്തിലുള്ള പാലുകൾ മിൽമ വിപണിയിലെത്തിക്കുന്നു. കൊഴുപ്പ് കുറഞ്ഞ പാൽ ചായയ്ക്കും കൂടിയത് കുട്ടികൾക്കും കൊടുക്കാം. ഈ ചായ കുടിക്കുക എന്നല്ലാതെ അതിനപ്പുറത്ത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ലേ. അതാണ് അറിവുള്ളവര് ഓരോ കാര്യങ്ങൾ പറയുമ്പം അറിവില്ലാത്തവരൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അറിവുണ്ടാവും. പഴയ സഹപ്രവർത്തനം കിട്ടിയപ്പോ പങ്കജേട്ട അങ്ങ് സ്മാർട്ട് ആയല്ലോ. ഞാൻ നേരത്തെ സ്മാർട്ട് ആണല്ലോ. ഇന്ന് ലീവ് എടുത്തോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? അല്ല, നാളെ യൂണിഫോം ഇട്ട് വന്നാൽ മതി. യൂണിഫോം ലീവ് എടുക്കുന്നതിന് ഞാൻ ഇപ്പൊ റെഡി ആയി വരാം. ഒന്ന് മാറും. ശരി ശരി. ശരി സാർ. ആളെ വിളിച്ചോ? എന്താ? തീരെ വയ്യ, 2 ദിവസമായിട്ടൊന്നും കഴിക്കുന്നില്ല. പട്ടിയല്ലേ? ആ. ഓക്കെ. പനിയുടെ ലക്ഷണം. ഞാൻ മരുന്ന് കിട്ടാം. 2 ദിവസത്തേക്ക് ഇറച്ചി മരുന്ന് തുടങ്ങ. ഞാനോ? നിങ്ങളല്ല, പട്ടി. കൊടുത്താ മതി കേട്ടോ. നെക്സ്റ്റ്. മതിയല്ലോ, ഇത് മതി. ആൾക്കാർ മുമ്പ് വെച്ചേ മാനം കെടുത്തി അത്ര വേണ്ടായിരുന്നു. യൂണിഫോം ഇട്ട് വല്ലതും പറയുമായിരുന്നു.